വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണമെന്ന നിർദ്ദേശം വന്നിരിക്കുകയാണ് അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തി രണ്ടാഴ്ച വിദ്യാർത്ഥികൾ ഡൽഹിയെ വിറപ്പിച്ചിരുന്നു. രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ച ഈ പ്രതിഷേധത്തിനെ കേന്ദ്ര സർക്കാർ നേരിട്ടത് ആയുധം കൊണ്ടാണ്. മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിൽ ഇന്നും ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അവർക്ക് നീതി ലഭിച്ചിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. സമാധാനപരമായ പ്രതിഷേധം നടത്താൻ എല്ലാവർക്കും ഭരണഘടനാപരമായ അവകാശമുണ്ടെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രക്ഷോഭമുണ്ടായി എന്നതുകൊണ്ട് മാത്രം ലാത്തി ചാർജ് നടത്താനാവില്ലെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാധാനപരമായി സമരം നേരിടുന്നതിന് പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ആദ്യം കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരുന്നു. ഇതിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കിയ കേന്ദ്ര സർക്കാരിന് അടുത്ത അടിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ സാധാരണ സുപ്രീം കോടതിയിൽ നിന്നും പരാമർശങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഒട്ടുമിക്ക വിധികളും സർക്കാരിന് അനുകൂലമായിട്ടാണ് ഭവിക്കാറ്. എന്നാൽ വിദ്യാർത്ഥി സമരത്തിൽ ഇത് രണ്ടാം വട്ടമാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് നേരത്തെ അറിയിച്ച സുപ്രീം കോടതി വീണ്ടും സമരക്കാർക്ക് അനുകൂലമായ സമീപനമാണ് ഉണ്ടാക്കുന്നത്. ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ നടത്തിയ സൻസദ് ചലോ മാർച്ചിന് നേരെ കണ്ണീർ വാതകവും ലാത്തിയും പ്രയോഗിച്ച സംഭവങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക നിരീക്ഷണം വന്നിരിക്കുന്നത്. സമാധാനപരമായ പ്രതിഷേധത്തിനുള്ള അവകാശം പൂർണ്ണമായും ഉറപ്പു നൽകപ്പെട്ടതാണ്. അത് നിഷേധിക്കാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ജൂലൈ 20-ന് നടന്ന സംഭവങ്ങളിൽ പരിക്കേറ്റ പോലീസുകാരുടെ കുടുംബങ്ങളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തങ്ങളുടെ വാദം കേൾക്കണമെന്നാണ് പോലീസുകാരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. പ്രതിഷേധക്കാർക്ക് മാത്രമല്ല പോലീസുകാർക്കും പരിക്കേൽക്കുന്നതും ആശങ്കപ്പെടുത്തുന്ന വിഷയമാണെന്ന് ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ജോയ് മാല ബാഗ്ചി ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല എന്നതിനെക്കുറിച്ച് വിശദീകരണം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ജസ്റ്റിസ് ബാഗ്ചി പറഞ്ഞു. പോലീസ് നിയന്ത്രണത്തിന് ഏകീകൃത പ്രോട്ടോകോൾ വേണമെന്നാണ് അടുത്ത ആവശ്യം. പ്രക്ഷോഭത്തിൽ സാമൂഹിക വിരുദ്ധർ ഉണ്ടെങ്കിൽ പോലീസ് ശ്രദ്ധിക്കണം. പ്രക്ഷോഭം ഉണ്ടെന്ന് കരുതി ലാത്തി ചാർജ് ചെയ്യണമെന്നില്ല. പോലീസ് സ്വയം അച്ചടക്കം പാലിക്കേണ്ടത് അനിവാര്യമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി അടുത്ത ദിവസങ്ങളിൽ സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശമുണ്ടായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസ് സംവിധാനങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം അമിത്ഷായ്ക്ക് മേലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പരാമർശം അമിത്ഷായ്ക്കും തിരിച്ചടിയാകുമെന്നുറപ്പാണ്. പരമോന്നത നീതിപീഠത്തിൽ നിന്നും എതിർസ്വരങ്ങൾ ഉയരുന്നത് കേന്ദ്ര സർക്കാരിന് കടുത്ത ആശങ്കയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന ചിന്തയിൽ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അതിനിടയിൽ പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുമ്പോൾ പുറത്ത് സുപ്രീം കോടതിയുടെ ഇടപെടലാണ് മോദിക്കും കൂട്ടർക്കും തലവേദന സൃഷ്ടിക്കുന്നത്.